തിരുവനന്തപുരം മേയറായി കെ മുരളീധരൻ, സംസ്ഥാന മുഖ്യമന്ത്രിയായി രാഹുൽ ഗാന്ധി. കോൺഗ്രസിൻ്റെ പുതിയ അടവ് നയമാണിത്. ഇങ്ങനെ ഒരു പാറ്റേൺ അവതരിപ്പിച്ചാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസ് ഇനി നിലനിൽപ്പുള്ളൂ എന്നാണ് കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC ഓഫീസിൽ വെച്ച് ജില്ലാ നേതാക്കളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം. സത്യമാണ് പറയുന്നത്, നുണയല്ല. കാരണം 100 സീറ്റുകളുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്, ഏറ്റവും ആലങ്കാരികമായി പറഞ്ഞാൽ ഏറ്റവും സമൃദ്ധമായ, ഏറ്റവും അധികാര സ്ഥിരാകേന്ദ്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനാണ്. പ്രായം കൊണ്ട്, ചെറുപ്പം കൊണ്ട്, അനുഭവജ്ഞാനം കൊണ്ടൊക്കെ തീരെ ചെറിയ ഒരു പെൺകുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ. പക്ഷേ ഇപ്പോൾ ഭരിച്ച് വളരെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഭരണ തന്ത്രജ്ഞയായി മാറിയിട്ടുണ്ട് ആര്യ. എൻ്റെ അയൽക്കാരിയാണ്, എൻ്റെ വളരെ ജൂനിയറാണ്, ഞങ്ങൾ ഒരേ ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നതും എന്നുകൂടി പറയട്ടെ. എൻ്റെ ഒരു സ്വകാര്യമായ അഹങ്കാരമാണ്. ആര്യ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയുകയും ചെയ്യാം. ആര്യ രാജേന്ദ്രനെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത്. വെറും 10 സീറ്റാണ് കോൺഗ്രസ്സിന് അവിടെ ഉള്ളത്. വെറും 10 സീറ്റ്. പ്രതിപക്ഷത്ത് പോലും ഇല്ല കോൺഗ്രസ്, പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇല്ല. പ്രതിപക്ഷ സ്ഥാനത്തുള്ളത് BJP ആണ്. BJP ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തലസ്ഥാനം BJPക്ക് ഒപ്പം പോകും. അതാണ് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി ഇപ്പോൾ നിലവിൽ. CPM-ഉം BJP-യുമാണ് ബലാബലം പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3-4 തവണയായി BJP-യും CPM-ആണ് ബലാബല പരീക്ഷണം നടക്കുന്നത്. BJP ഇപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ തലസ്ഥാനം BJP-യുടെ കയ്യിലിരിക്കും. പാലക്കാട് നഗരസഭയൊക്കെ പോയതുപോലെ BJP-യുടെ കയ്യിലിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് തന്ത്രം മാറ്റിപ്പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ, AICC-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹം കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചു. DCC പ്രസിഡന്റ് പാലോട് രവിയുടെ അധ്യക്ഷതയിൽ DCC ഓഫീസിൽ യോഗം ചേർന്നു. പല പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, മുതിർന്ന നേതാക്കൾ MLA-മാരും MP-മാരും മാത്രമായിരുന്നാൽ പോരാ, കോർപ്പറേഷൻ കൗൺസിലറുമാകണം. ഇവിടെ സാധാരണ തൊക്കട നേതാക്കൾ, ബ്ലോക്ക് പ്രസിഡന്റോ അങ്ങനെയുള്ള ആളുകൾ മാത്രം മത്സരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കെ മുരളീധരൻ, VS ശിവകുമാർ, KS ശബരിനാഥ്, MA വാഹിദ്, ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ നേതാക്കൾ തിരുവനന്തപുരത്തുണ്ടല്ലോ. തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട നേതാക്കളാണിവർ. MLA-മാരായിരുന്നിട്ടുണ്ട്, മന്ത്രിമാരായിരുന്നിട്ടുണ്ട്, KPCC അധ്യക്ഷന്മാരായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വളരെ പ്രിയപ്പെട്ട നേതാക്കളാണ്. തിരുവനന്തപുരം ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇവർ പല സ്ഥലങ്ങളിൽ നിൽക്കുക, കോർപ്പറേഷൻ്റെ പല വാർഡുകളിലായി മത്സരിക്കുക. മിനിമം 10 പേരെങ്കിലും, ഇങ്ങനെ ജനപ്രിയരായ 10 നേതാക്കളെങ്കിലും മത്സരിക്കണം. അവരെ കണ്ടെത്തണം, മത്സരിപ്പിക്കണം. എന്നിട്ട് കെ മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുക. എന്നിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുക. വാർ റൂം തുറക്കുക. ഇന്നലെ തന്നെ തുറന്നു. DCC ഓഫീസിൽ വാർ റൂം തുറന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒക്ടോബറിലാണ് ഇലക്ഷൻ വരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ കാലത്തായിരിക്കും ഇലക്ഷൻ വരിക. ഇപ്പോഴേ തന്നെ പ്രവർത്തനം തുടങ്ങുക. വാർ റൂമിൻ്റെ ചുമതല ആർക്കാണ്? PC വിഷ്ണുനാഥ് MLA-ക്കാണ്. അത് മിടുക്കനായ യുവ നേതാവാണ് PC വിഷ്ണുനാഥ്. അതുപോലെ തന്നെ സംഘടനാകാര്യ ചുമതലയുള്ള KP ശ്രീകുമാറിനാണ് സംഘടനാകാര്യ ചുമതലയൊക്കെ ഉള്ളത്. PC വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് MP, ഇവർക്കാണ് മറ്റു ചുമതലകൾ. ഇവരൊക്കെ ഇത് മേൽനോട്ടം വഹിക്കണം. പാലോട് രവിക്കാണ് ടോട്ടൽ ചുമതല. എല്ലാം കൃത്യമായി മണ്ഡല സന്ദർശനം, അതുപോലെ കുറ്റപത്രം, ആര്യ രാജേന്ദ്രനെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കുന്നതിൻ്റെ ചുമതല മുൻ MLA കെ മോഹൻകുമാറിനാണ്. കെ മോഹൻകുമാർ കുറ്റപത്രം തയ്യാറാക്കി ഈ ഫെബ്രുവരി 28-ന് മഹാത്മാഗാന്ധിയുടെ ഓർമ്മ പുതുക്കൽ വരെ അങ്ങനൊരു എല്ലാ വാർഡിലും കോൺഗ്രസിൻ്റെ ഭവന സന്ദർശനം നടക്കുകയാണ്. ആ ഭവന സന്ദർശനത്തിനൊപ്പം തന്നെ വാർഡിലെ എല്ലാ ജനങ്ങളെയും കോൺഗ്രസ് നേതാക്കൾ കാണണം, കുറ്റപത്ര വിതരണം പൂർത്തിയാക്കണം. അതാണ് പ്രധാനപ്പെട്ട അജണ്ട. ഈ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുക. മേയറായി കെ മുരളീധരനെ ഉയർത്തിക്കാണിക്കുക. മുരളീധരൻ മത്സരിക്കും. അങ്ങനെ നിങ്ങൾ ഇവിടെ പിടിച്ചാൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമേ 2026-ൽ നമുക്ക് നിയമസഭ പിടിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിയമസഭ സ്വപ്നത്തിൽ മാത്രമേ പിടിക്കാൻ പറ്റുകയുള്ളൂ. ഇടതു മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. 3-ാം സ്ഥാനവും നമ്മൾ കോർണറിൽ ഇരിക്കേണ്ടി വരും. കനകോലുവിൻ്റെ ബുദ്ധിയാണിത്. കനകോലു പറയുന്നത് നേതാക്കൾ, മുൻനിരയിലുള്ള നേതാക്കൾ തന്നെ ഇറങ്ങണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുൻനിരയിലെ നേതാക്കൾ ഇറങ്ങി തന്നെ വോട്ട് പിടിക്കണം. അല്ലാതെ ജൂനിയർ ആളുകളെ വിട്ട് ഇത് വളരെ ഈസിയാണ്, ഈസി ടാസ്ക്കാണ്, ഇവിടെ നമുക്ക് വിട്ടുപിടിക്കാം എന്ന് പറഞ്ഞ് പൊയ്ക്കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ അട്ടിമറിക്കണമെങ്കിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ, തിരുവനന്തപുരം മാത്രമല്ല മറ്റേത് കോർപ്പറേഷൻ പിടിക്കണമെങ്കിലും, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിക്കണമെങ്കിലും മുതിർന്ന നേതാക്കൾ ഇറങ്ങി തന്നെ കളിക്കണം. കളത്തിലിറങ്ങി കളിച്ച് ഗോൾ അടിച്ചാൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ. അപ്പോഴാണ്ടടാ വരുന്ന ഏതോ ഒരു യുവ നേതാവ് KC-യോട് ചോദിക്കുകയാണ്, അല്ലയോ KC, തലസ്ഥാന നഗരം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, ഒരുപാട് മാറിപ്പോയി.
ഫ്ലാറ്റുകൾ കൊണ്ട് നിറഞ്ഞു, ഫ്ലാറ്റുകളുടെ ഗേറ്റ് കിടക്കണമെങ്കിൽ അനുമതി വേണം, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കേസ് പറഞ്ഞു ഇരിക്കടോ അവിടെ. മുംബൈയിലും ഡൽഹിയിലും ഇല്ലാത്ത ഫ്ലാറ്റ് ഒന്നുമല്ലല്ലോ തിരുവനന്തപുരത്ത്, അവിടെ പ്രവർത്തിക്കുന്നില്ലേ? നിങ്ങൾ ഫ്ലാറ്റിൻ്റെ ഓണർമാരെ കാണുക, ഓണറിനെ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാതാവിനെ കാണുക, എന്നിട്ട് അവരുടെ പെർമിഷൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ടീസുമായി ഓരോ ഫ്ലാറ്റുകളുടെ മുന്നേ പോവുക, ഫ്ലാറ്റിൽ എഴുതിയിടുക, ആ ഫ്ലാറ്റ് ഉടമയുടെ പേര് എഴുതിയിടുക, എന്നിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക, അവരുടെ അപ്പോയിൻമെൻറ്റ് അനുസരിച്ച് അവിടെ പോവുക, എന്നിട്ട് മാന്യമായി സംസാരിച്ച് വോട്ട് ഉറപ്പിക്കുക. അവരെല്ലാവരും വോട്ട് ചെയ്യാൻ വരുമല്ലോ. ചിലർ മാത്രമായിരിക്കും മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ. അവർക്കും അവരുടെ മണ്ഡലത്തിലോ അവരുടെ വാർഡിലോ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുക. നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ, നിങ്ങളുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാകുമല്ലോ, നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ക്യാൻവാസ് ചെയ്യുക. ആ തരത്തിൽ വോട്ട് പിടിക്കുക. അല്ല ഫ്ലാറ്റുകൾ വന്നു എന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തനം ഒന്നും അസ്തമിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞ് ആ യുവ നേതാവിനെ അവിടെ തന്നെ പിടിച്ചിരുത്തി. അല്ലാതെ ഫ്ലാറ്റാണ് പ്രവർത്തനത്തിന് തടസ്സമെന്ന് ഇനി മേലിൽ മിണ്ടിപ്പോകരുത്, എല്ലായിടത്തും ഫ്ലാറ്റൊക്കെ ഉണ്ട്, കാലം മാറുകയാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റണമെന്ന് കെ.സി. വേണുഗോപാൽ താക്കീതും കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ കെ മുരളീധരനെ തലസ്ഥാനത്തെ മേയറാക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. മേയറാക്കി ഒതുക്കുകയല്ല, മേയറാക്കുകയാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ നെറ്റിസൺസ് ചോദിക്കുകയാണ്, ഇവിടെ ഇനി സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയൊക്കെ തമ്മിലടിച്ച് പൊളിയും. ഈ 2026 ആകുമ്പോഴേക്കും അവർ തമ്മിലടിച്ച് ഒരു വശത്താകും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എന്ത് ചെയ്യണം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും, മുഖ്യമന്ത്രിയായി ആക്കും എന്ന് പറഞ്ഞ് മത്സര രംഗത്ത് ഇറക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം UDF അധികാരത്തിൽ വരും. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു വാർത്തയിൽ, കുഞ്ഞാപ്പയൊക്കെ മുഖ്യമന്ത്രിയായി കയറിയിരുന്ന് ഞെളിയുന്ന കാഴ്ച കേരളത്തിലെ UDF ഒരു സൈഡിലിരുന്ന് കാണേണ്ടി വരും.